പ്ലൂട്ടോ എന്നു പേരുള്ള പ്രിയപ്പെട്ട വളർത്തുനായയെ കാണാതായ വിഷമത്തിലാണ് നെടുമങ്ങാട് സ്വദേശി വൃന്ദ. നായയുടെ പേര് പ്ലൂട്ടോ. 2 ദിവസത്തെ യാത്ര പോയപ്പോൾ നായയെ കാട്ടാക്കട കിള്ളിയിലുള്ള നായയെ പരിപാലിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഏൽപ്പിച്ചിരുന്നു. ഇതിനിടയിലാണ് നായയെ കാണാതായത്. ലാസ ആബ്സോ ആ ഇനമാണ് കേട്ടോ. ലാസ ആബ്സോ ഇനത്തിൽപ്പെട്ട നായയെ കണ്ടെത്തി നൽകിയാൽ 10,000 രൂപ പാരിതോഷികമായി നൽകാമെന്നാണ് വൃന്ദ പറയുന്നത്. നമുക്ക് പ്ലൂട്ടോയെ ഒന്ന് കണ്ടിട്ട് വരാം. 10,000 രൂപ ഒന്ന് നോക്കിയാലോ? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് പ്ലൂട്ടോ. അച്ചടാ, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന പ്ലൂട്ടോ. ലാസ ആബ്സോ ഇനത്തിൽപ്പെട്ട നായയാണിത്. അച്ചോ, ഇവനെ ഇപ്പൊ കാണാനില്ല. വളർത്തുനായ കേന്ദ്രത്തിൽ ഏൽപ്പിച്ചതാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോഴേക്കും ഈ നായയെ കാണാനില്ല എന്നാണ് അറിഞ്ഞത്. 10,000 രൂപയുണ്ട് ഈ നായയെ തിരിച്ചു കിട്ടിയാൽ. വൃന്ദ എന്ന വനിതയാണ് ഈ പ്ലൂട്ടോയുടെ യജമാന തീ. അപ്പോൾ അരുൺ സോളമനുണ്ട് മൂങ്ങോട് നിന്നും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ നമ്മുടെ പ്ലൂട്ടോയെക്കുറിച്ച്? ഇതൊരു പ്രത്യേക ഇനത്തിൽപ്പെട്ട നായയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലാസ ആബ്സോ, എന്താണ് അവസ്ഥ? 10,000 രൂപയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. വല്ല പിടിയുണ്ടോ എവിടെ പോയെന്ന്? അരുൺ, കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് നെടുമങ്ങാട് സ്വദേശി വൃന്ദ, അവരുടെ മകൾ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. ബാംഗ്ലൂരിലേക്ക് 2 ദിവസത്തെ യാത്ര പോയപ്പോൾ ഈ നായയെ പരിപാലിക്കാനായിട്ട് കാട്ടാക്കട എടത്തറ കൊല്ലോട് ഭാഗത്ത് കിള്ളിയിലാണ് ഈ പരിപാലിക്കാനായിട്ട് ഏൽപ്പിച്ചത്. പക്ഷേ 29-ാം തീയതി ആയപ്പോൾ ഈ നായ അവിടെ ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ ഈ അവിടുത്തെ പരിപാലനത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളെ കയ്യിൽ കടിച്ചതിന് ശേഷം ഇറങ്ങി ഓടുകയായിരുന്നു എന്നുള്ളതാണ് വൃന്ദ നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും ഇതിനുശേഷം ഈ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഈ കുടുംബം ഈ പ്ലൂട്ടോയെ അന്വേഷിച്ചുള്ള യാത്രയിലായിരുന്നു. നമുക്കിപ്പോൾ ഈ മൂങ്ങോട് ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ നായയുടെ കുറിച്ചുള്ള കാണാനില്ല എന്നുള്ള പോസ്റ്ററുകളാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കുടുംബം 10,000 രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ലാസ ആബ്സോ എന്ന് പറയുന്ന ഒരു ചെറിയ ബ്രീഡാണിത്. 4.5 വയസ്സുണ്ട്. ഇപ്പോൾ കോവിഡ് കാലത്താണ് വൃന്ദ ഈ നായയെ എടുത്ത് വളർത്തി എന്നുള്ളതാണ് പറയുന്നത്. വളരെ ലാസ ആബ്സോ എന്ന് പറയുമ്പോൾ ഇത് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇനം കൂടിയാണ്. പെട്ടെന്ന് ഒരാളോട് ഇണങ്ങുകയോ അങ്ങനെയുള്ളൊരു ബ്രീഡല്ല. പെട്ടെന്ന് അഗ്രസീവ് ആവുകയും അതേസമയം വളരെയധികം ഭയമുള്ള ഒരു ബ്രീഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ 4-5 ദിവസമായിട്ടുള്ള ഈ തിരച്ചിലിൽ ഇതുവരെയും കുടുംബത്തിന് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ പോസ്റ്ററുകൾ ഒട്ടിച്ചതിന് ശേഷം നാട്ടിലുള്ള ചില ആൾക്കാർ ഈ പ്ലൂട്ടോയെ കണ്ടു എന്നുള്ളത് ഈ കുടുംബത്തോട് പങ്കുവച്ചിരുന്നു. എടുത്തു സൂചിപ്പിക്കേണ്ടത് അരുൺ, നമ്മൾ ഈ മനുഷ്യരെ കാണാതാകുമ്പോഴൊക്കെ വളരെയധികം വൈകാരികമായിട്ട് നമ്മൾ അതിലിടപെടാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. ഈ കേസിലും അതുപോലെ തന്നെ പോലീസും അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. കാരണം ഈ കുടുംബം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വിളപ്പിൽശാല പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ്. പോലീസും വളരെയധികം കൃത്യതയോടുകൂടി തന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് പുലർച്ചെ വന്നപ്പോൾ കണ്ട കാഴ്ച, ഈ കാറിലാണ് ഈ കുടുംബം 28-ാം തീയതി രാവിലെ ഈ തൊട്ടടുത്തുള്ള 2.5 കിലോമീറ്റർ അടുത്തുള്ള ഈ പരിപാലന കേന്ദ്രത്തിലേക്ക് ഈ നായയെ കൊണ്ട് ഏൽപ്പിച്ചത്. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇതിനു മുൻപൊക്കെ ഇങ്ങനെ മറ്റൊരാളെ ഏൽപ്പിക്കാറില്ല. 2 ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാലന കേന്ദ്രത്തിൽ വിശ്വാസത്തോടു കൂടി ഏൽപ്പിച്ചത്. പക്ഷേ അവരൊരു മിസ്അണ്ടർസ്റ്റാൻഡിലാണ് ശരിക്കും ആദ്യം കണ്ടത്. കാരണം അഗ്രസീവായിട്ടുള്ള ഒരു ഇനമായതുകൊണ്ട് തന്നെ ഇത് കടിക്കുമെന്നുള്ളത് അവർക്ക് ധാരണ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും നമ്മുടെ നെടുമങ്ങാട് സ്വദേശിയുള്ള വൃന്ദ പറയുന്നത്. മറ്റൊന്ന് അരുൺ, വൃന്ദ ഒരു ടീച്ചർ കൂടിയാണ്. പക്ഷേ ഈ ദിവസങ്ങളിലൊന്നും സ്കൂളിൽ പോകാൻ കഴിയാതെ മാനസികമായിട്ടുള്ള വിഷമം കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ടീച്ചറെ ഇപ്പോൾ 4-5 ദിവസമായി പ്ലൂട്ടോയെ അന്വേഷിച്ചിട്ടുള്ള യാത്രയാണ്. എവിടെയെങ്കിലും വെച്ച് ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ പലരും കണ്ടു എന്ന് പറയുന്നു അല്ലേ? ഒരാൾ മാത്രമേ കണ്ടു എന്ന് പറഞ്ഞുള്ളൂ. ഈ വർക്ക്ഷോപ്പിലുള്ളത് ഈ ജംഗ്ഷനിലിരിക്കുന്ന ഒരാളും പിന്നെ ലോറി ഡ്രൈവറും ഇവിടെ വെച്ച് കണ്ടു എന്ന് പറയുന്നു. പക്ഷെ പിന്നീട് ഒരാളും കണ്ടതായിട്ട് പറയുന്നില്ല. അവനെ കെട്ടിയിരുന്ന ലീഷ് മാത്രമേ ആ പയ്യന്റെ കയ്യിൽ പൊട്ടിച്ചിട്ട് ഓടിയതാ. അത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു തെളിവും ഇല്ല. പത്രത്തിൽ കൊടുത്തു, ഈ പിന്നെ പോസ്റ്റർ അടിച്ചിട്ടുണ്ട്, ചാനലിൽ കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇന്നലെ മിനിഞ്ഞാന്ന് വെള്ളറട കണ്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി. ഇന്നലെ കൊല്ലോട് കൊല്ലോടല്ല മുട്ടട കണ്ടെന്ന് പറഞ്ഞു. അവിടെയും ആ പയ്യൻ പോയി അന്വേഷിച്ചു. അവിടെ നിന്നൊക്കെ വീഡിയോ എടുത്ത് അയച്ചു. ഇതല്ല ആള്. ഇനി ഇതുവരെ വേറെ വിവരമൊന്നുമില്ല. ഈ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആയിരുന്നു അല്ലേ? നമ്മളെ വീട്ടിലൊരു അംഗം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. അപ്പൊ അതാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു വിഷമം ഉണ്ട് അതിൽ. അതുകൊണ്ടാണ് മെനക്കെട്ടത്. നമ്മളെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാനും. അപ്പൊ അതാണ് വർക്ക് ചെയ്യുന്നു. ഞാൻ വിദ്യാഭ്യാസ വകുപ്പിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പൊ അതെല്ലാം നമ്മൾ ഒരു
ആ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ബുദ്ധിമുട്ടിലേക്ക് ഉള്ള ഒരു അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. അരുൺ, ഈ കണ്ടുപിടിക്കുക നായയുടെ പ്ലൂട്ടോയുടെ ചിട്ടയൊക്കെ ദിവസവും രാവിലെ ഇങ്ങനെ അന്വേഷിച്ചിറങ്ങും. രാവിലെയും രാത്രിയെല്ലാം നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. രാത്രി ഇങ്ങനെ വാഹനത്തിൽ നമ്മളിങ്ങനെ പലത് കറങ്ങും. അരുൺ, തീർച്ചയായിട്ടും, കാരണം ഇപ്പോൾ 5 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഈ കുടുംബം എല്ലാവരും ടീച്ചറാണ് വൃന്ദ, അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡും വിദ്യാഭ്യാസ വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെയും ജോലിക്ക് പോകാനാകാതെ പ്ലൂട്ടയെ അന്വേഷിച്ചുള്ള യാത്രയാണ്. മകന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ വീട്ടിൽ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോഗ് കൂടിയാണ്. മോനെ വളരെയധികം സങ്കടത്തിലാണെന്നറിയാം. ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് അന്വേഷിച്ചിരുന്നോ? എല്ലാ ദിവസവും വന്ന് അന്വേഷിക്കാറുണ്ട്. രാവിലെ ഇറങ്ങും, എല്ലായിടത്തും അലഞ്ഞു തിരിഞ്ഞ് ആര് പറഞ്ഞാലും ആ ഒരു ഹോപ്പോടെയാണ് നമ്മൾ കേൾക്കുന്നത്. അവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞാലും അപ്പൊ ഒരു ഹോപ്പ് ഇവിടെ ഉണ്ടെന്നുള്ള. ദൈനംദിന പ്രക്രിയകളെല്ലാം തെറ്റിയിട്ടുണ്ട്. കാരണം രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താ കൊടുക്കുക? രാവിലെ തന്നെ എഴുന്നേറ്റാൽ നമ്മൾ അവന് കൊടുക്കുന്നില്ലേ, അവന് അല്ലാണ്ട് കഴിക്കാൻ വേണ്ടി ചോറാണ് കഴിക്കുന്നത്, അത് കൊടുക്കാറുണ്ട്. ഇപ്പോ 4-5 ദിവസമായിട്ട് എന്ത് കഴിച്ചെന്നൊന്നും അറിഞ്ഞൂടാ. വെള്ളം കുടിച്ചോ കഴിച്ചോ വയ്യേ ഒന്നും അറിയാൻ വയ്യ. ഇപ്പോ എന്താണ് അവസ്ഥ ഒന്നും അറിയാൻ വയ്യ. പോരാത്തിന് ഇവൻ വേറെ ആൾക്കാർ വീട്ടിൽ അങ്ങനെ കയറേയില്ല ഒന്ന് കഴിക്കാൻ വേണ്ടി. പുറത്ത് കാണാതായതിനു ശേഷം പെട്ടെന്ന് ഒരാളോട് മിങ്കിൾ ചെയ്യുന്ന ഒരു ഡോഗാണോ? ഇല്ല, അങ്ങനെ മിങ്കിൾ ചെയ്യൂല. ഒരു ലോക്ക്ഡൌൺ സമയത്താണ് വാങ്ങിച്ചത്. അതുകൊണ്ട് നമ്മളോട് മാത്രമേ കൂടുതലായിട്ട് ഇണങ്ങിയിരിക്കൂ. വേറൊരാൾ കൊണ്ടുപോയി പിടിക്കുക ഇല്ലെങ്കിൽ വീടിന്റെ ബാഗിൽ കൊണ്ട് കെട്ടിയിട്ട് ചെയ്താൽ അടുത്തൊന്നും മിങ്കിളാവൂല. അവര് കൊടുത്താലും കഴിക്കുകയില്ല. ഇപ്പോ കഴിക്കാതെയും വെള്ളം കുടിക്കാതെയൊക്കെ ഇരിക്കുകയാണ്. സ്കൂളിൽ പോകുന്നുണ്ടോ? ഇല്ല, 1.5 ആഴ്ചയിൽ പോകുന്നില്ല. കണ്ടുപിടിക്കാമെന്ന് പറയൂ. നമുക്ക് നമ്മുടെ എന്നുള്ളതാണ്. അവൻ സ്കൂളിലൊക്കെ പോട്ടെ, മോൻ സ്കൂളിലൊക്കെ പോട്ടെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നു ചോദിക്കൂ അരുൺ. മോനെ ഏതാ ക്ലാസ്സിൽ പഠിക്കുന്നത്? 11th സ്റ്റാൻഡേർഡ്. +1 ആണ്. 11th +1 പഠിക്കുന്നത് അരുൺ. സാറേ, ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും അന്വേഷണം ഉണ്ടോ? പോലീസിന്റെ പ്രത്യേകിച്ച് അന്വേഷണം നടത്തിയില്ല. അവർ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ഒരാളിനെ പ്രതിയാക്കിയൊന്നുമല്ല കേസ് കൊടുത്തിട്ടുള്ളത്. നമുക്കിപ്പോ ഈ ചാനലിൽ കാണിക്കുന്നതിന് വേണ്ടി അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചെയ്തത്. ഓക്കെ, ശരി അരുൺ. പ്ലൂട്ടോയെ നമുക്ക് കണ്ടെത്താൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ആരെങ്കിലും നെടുമങ്ങാട് ഭാഗത്തുണ്ടെങ്കിൽ പ്ലൂട്ടോ എന്ന ആ നായ കണ്ടല്ലോ, ആ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വീട്ടുകാർ കാത്തിരിപ്പാണ്, ആ മോൻ കാത്തിരിപ്പാണ്, ടീച്ചറും അദ്ദേഹവും കാത്തിരിക്കുന്നുണ്ട് പ്ലൂട്ടോയെ. ചില ജീവികളോട് നമുക്ക് അങ്ങനെ ഒരു പെറ്റിനോട് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ അംഗത്തെ പോലെ തന്നെയാണ്. ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തന്നെ വലിയ ടെൻഷനാവുന്ന മനുഷ്യരുണ്ട്. ഇല്ലാതായാൽ പിന്നെ 2 ദിവസം വീട്ടിൽ മുറിയടച്ചിരിപ്പാണ്. ഇപ്പോൾ കാണാതാവുമ്പോൾ വല്ലാത്തൊരു ടെൻഷനുണ്ട്. അത്രയും അടുത്ത് 4-4.5 വർഷമായിട്ട് അടുത്തിടപഴകുന്നതല്ലേ, സ്വാഭാവികമായിട്ടും സങ്കടമുണ്ടാവും. പ്രിയപ്പെട്ട പ്രേക്ഷകർ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഞങ്ങളുടെ റിപ്പോർട്ടർമാരെ ഒന്ന് വിളിച്ചറിയിക്കുക. തീർച്ചയായിട്ടും നമുക്ക് പ്ലൂട്ടോയെ തിരിച്ചവരുടെ വീട്ടുകാർക്ക് തിരിച്ചേൽപ്പിക്കുകയും ചെയ്യാം എന്നുള്ളത്.